നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളിൽ വന്നു ചേരും. ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ ദൈവവിശ്വാസം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ട സ്വഭാവമാണ് എല്ലാ ദിവസവും ആ ദിവസത്തേക്ക് വേണ്ട അനുഗ്രഹത്തെ സ്വീകരിക്കാൻ നമ്മളെ തന്നെ ദൈവത്തിൽ അർപ്പിക്കുക എന്നുള്ളത്. ദൈവഭക്തി ഉള്ള ഒരു വ്യക്തിക്ക് അതൊരു അനുഗ്രഹവുമാണ്, അതുപോലെ തന്നെ അതൊരു നേട്ടവുമാണ്. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുമാകട്ടെ, മനസ്സിന്റെ സമാധാനമാകാം, കുടുംബ സമാധാനമാകാം, സാമ്പത്തിക നേട്ടമാകാം, വിദ്യാഭ്യാസ ജോലി പുരോഗതിയാകാം, ദൈവത്തിലുള്ള വിശ്വാസവും ദൈവവചന ധ്യാനവും ദൈവത്തിലുള്ള ആശ്രയത്വവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതാഗ്രഹവും നിങ്ങൾ നേടിയെടുക്കും. അതിനുള്ള കഴിവ് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. അത്രയും വിലയേറിയതാണ് ദൈവത്തോടുള്ള ഭക്തി. ദൈവവചനം കേൾക്കുന്നത് തന്നെ സൂചിപ്പിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധമാണ്. പ്രഭാഷകൻ 40-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. ധനത്തെക്കാളും ബലത്തെക്കാളും സ്വാധീനത്തെക്കാളും അഭികാമ്യമാണ് ദൈവഭക്തി. വചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അത് നാം ദൈവത്തോട് കാണിക്കുന്ന ഭക്തിയാണ്. അത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾ നേടിയെടുക്കും. ദൈവഭക്തി, ദൈവബന്ധം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമുണ്ടാകില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനം കേൾക്കുന്നത് വഴി നിങ്ങൾക്കൊരിക്കലും നഷ്ടമുണ്ടാകുന്നില്ല. ഒന്നിലും ദൈവഭക്തന് അന്യസഹായം തേടേണ്ടി വരില്ല. അദ്ദേഹത്തെ ദൈവം തന്നെ സഹായിക്കും. നമ്മുടെ ആവശ്യ നേരത്ത് ദൈവം തന്നെ പല വ്യക്തികൾ മൂലം നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മളുടെ മുമ്പിൽ തന്നെ എത്തിക്കും. നമ്മുടെ ആവശ്യം എന്താണോ ആ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി ചില വ്യക്തികളെ ദൈവം അതിന് പ്രയോജനപ്പെടുത്തും. ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം, പൂന്തോട്ടം പോലെയാണ്. ഏത് മഹത്വത്തെക്കാൾ നന്നായി അത് ആവരണം ചെയ്യുന്നു. മനുഷ്യരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിൽ വന്നു ചേരട്ടെ. ദൈവ വിശ്വാസം വഴി തകർന്ന ഈ ലോകത്ത് ഒരു വെളിച്ചമായി നിൽക്കാൻ അനുഗ്രഹം കിട്ടിയവരാണ് നിങ്ങൾ. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കാൻ കഴിയട്ടെ.